ഫ്രണ്ട്സ്, ISRയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, അതായത് VSSCയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 10ാം ക്ലാസ് ആണ് യോഗ്യത, പെർമനന്റ് വാക്കൻസിയാണ്, ഒട്ടനവധി അലവൻസും പ്രൊമോഷൻ സാധ്യതയ്ക്കുള്ള പോസ്റ്റുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ, അതിൻ്റെ എക്സാമിനേഷൻ സ്കീം കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അതിൻ്റെ PYQs കാര്യങ്ങളെല്ലാം കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ്സാതെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെ സജസ്റ്റ് ചെയ്യാൻ മറക്കണ്ട ചാനൽ. പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ, അതായത് VSSCയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു 7 ദിവസം മുൻപ് അതിൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എംപ്ലോയ്മെൻറ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു ആഡ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ VSSC 332, ഡേറ്റഡ് 29 മാർച്ച് 29 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ക്രൂഷ്യൽ ഡേറ്റ്, അത് നിങ്ങളുടെ എലിജിബിലിറ്റി ഡേറ്റ് എന്ന് പറയുന്നത് 15/4/2020, അതായത് ഏജ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണെങ്കിലും ഈ 15/4 എന്ന് പറയുന്ന 2025 എന്ന് പറയുന്ന ഈ ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് 1/4 ഏപ്രിൽ 1 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 15 വരെയാണ്. അതായത് 15 ദിവസമാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത്. അപ്പോൾ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ എക്സാം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ, നമ്മുടെ സോഷ്യൽ മീഡിയ മുഖേനൊക്കെ നമ്മൾ അറിഞ്ഞാൽ അത് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ പോസ്റ്റോടെ കാണാൻ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് രാജഭാഷ, അതുപോലെ ഡ്രൈവർ, അതുപോലെ ഫയർമാൻ തുടങ്ങിയിട്ടുള്ള പോസ്റ്റിലേക്കൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം അസിസ്റ്റൻറ്റ് രാജഭാഷ. ഇതിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റ് നമ്പർ ഇവിടെ കാണാം കേട്ടോ. 1526 എന്ന് പറയുന്ന പോസ്റ്റ് കോഡാണ്. പേ ലെവൽ 4 ആണ്. 25,500 മുതൽ 81,100 വരെയാണ്. നമ്പർ ഓഫ് വാക്കൻസി 2 വാക്കൻസിയാണ്. അതിൽ ഒരു വാക്കൻസി ജനറലാണ്. അപ്പോൾ ഈ ജനറൽ എന്ന് പറയുന്ന വാക്കൻസിയിലേക്ക് നിങ്ങൾക്ക് SC ST OBC EWC ഏത് കാറ്റഗറിയിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വാക്കൻസി തന്നെ നോക്കിയിരിക്കേണ്ട, ആർക്ക് വേണമെങ്കിലും ജനറൽ വാക്കൻസി ഉണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി OBCക്ക് ഒരു റിസർവ്ഡ് വാക്കൻസി ഉണ്ട്, OBC NCL കാൻഡിഡേറ്റ്സിന്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷനാണ്. മിനിമം 60% പെർസെൻറ്റേജിലാണെങ്കിൽ 60%. ഇനി ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് ആവറേജ് CGP ആണെങ്കിൽ അത് ഔട്ട് ഓഫ് 10 പോയിന്റ് സ്കെയിൽ ആണെങ്കിൽ അതിൽ ഈ പറയുന്ന 6.32 അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. അതാണ് 60% ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രേഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചില വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന CGP ആയിരിക്കും. അപ്പോൾ 6.32 എന്ന് പറയുന്നത് മിനിമം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മുകളിലേക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ്, ഇതിൻ്റെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദിയിൽ ടൈപ്പിംഗ് എന്താണ് ചെയ്യാൻ ഇത്രയൊരു സ്പീഡ്, അതായത് 25 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള കമ്പ്യൂട്ടറിൽ ടൈപ്പിംഗ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതുപോലെ കമ്പ്യൂട്ടർ നോളജ് അത്യാവശ്യം ഉണ്ടായിരിക്കണം. കമ്പ്യൂട്ടറിലെ എന്താണ് MS ഓഫീസോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു അറിവുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ എന്തായിരിക്കും നിങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ ഇവിടെ എന്താണ് ജസ്റ്റ് കൊടുത്തിട്ട് ജസ്റ്റ് റീഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത പോസ്റ്റ് നമ്പർ ഇവിടെ കാണാൻ നിങ്ങൾക്ക് 1527 ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറയും. ഓക്കെ, പേ ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 ആണ്. 5 വാക്കൻസി ഇതിലുണ്ട്. അതിൽ 2 വാക്കൻസി ജനറൽ ആണ്, 2 വാക്കൻസി OBC ആണ്, 1 വാക്കൻസി EWS ആണ്. ഓക്കെ, ഇങ്ങനെയാണ് വാക്കൻസി വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ 5 വാക്കൻസിയിൽ 1 വാക്കൻസി എക്സ് സർവീസ്മെൻ റിസർവ്ഡ് ആണ്. ഇതിൽ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് പാസ്സായാൽ മതി. അതോടൊപ്പം തന്നെ വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ആയിട്ട് ഒരു 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്കിപ്പം നമ്മുടെ എന്താണ് ഇപ്പോൾ കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം മറ്റെന്തെങ്കിലും റിക്വയർമെൻറ്റ് വേണമെങ്കിൽ അത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ എടുത്താലും മതി എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോസ്റ്റ് ഇവിടെ കാണാം. 1528 ആണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവർ ആണ്. ഇതിൽ ലെവൽ 2 ആണ്. 19,900 മുതൽ 63,200 പേ സ്കെയിൽ. 5 വാക്കൻസി ഉണ്ട്. അതിൽ 3 വാക്കൻസി ജനറലാണ്, 2 വാക്കൻസി OBCക്ക് റിസർവ് വാക്കൻസിയാണ്. ഇതിൽ 5 വാക്കൻസിയിൽ 1 വാക്കൻസി എക്സ് സർവീസ്മാൻ റിസർവ് ആയിട്ടുള്ള വാക്കൻസിയാണ്. അതിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പബ്ലിക് സർവീസ് ബാഡ്ജ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇൻ കേസ് പബ്ലിക് സർവീസ് ബാഡ്ജ് മാൻഡറ്ററി അല്ലെങ്കിലും ഈ പറയുന്ന ജോയിൻ ചെയ്തതിന് 3 മാസത്തിനുള്ളിൽ എടുത്താൽ മതി എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. ചില സ്റ്റേറ്റിൽ അങ്ങനെ അത് മാൻഡറ്ററി അല്ല, അതുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ടോട്ടൽ വരേണ്ടത്. അതിൽ മിനിമം ഒരു ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ടൊരു 3 വർഷം എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം.
അതോടൊപ്പം തന്നെ ബാക്കിയുള്ളത് എന്താണ് ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മിനിമം ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മിനിമം 3 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ബാക്കി 2 വർഷം ലൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ 5 വർഷം നിങ്ങൾക്ക് എന്താണ് ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനൊന്നും പ്രശ്നമില്ല. ഓക്കെ, ഇനി അടുത്തത് ഇതിൽ നമുക്ക് വരുന്ന പോസ്റ്റ് ഇവിടെ കാണാം. 1529 ഫയർമാൻ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് പേ ലെവൽ 19,900 മുതൽ 63,200 3 വേക്കൻസി. ഈ 3ഉം ജനറലാണ്, റിസർവ് വേക്കൻസി ഒന്നുമില്ല. ഇതിലേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. എക്സ്പീരിയൻസോ മറ്റ് കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അപ്പോൾ ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിശ്ചിത ഹൈറ്റും വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അതോടൊപ്പം തന്നെ അടുത്ത് വന്നിരിക്കുന്നത് കുക്ക് എന്ന് പറയുന്ന പോസ്റ്റാണ്. പേ ലെവൽ 2 ആണ്. ഇതിലൊരു വേക്കൻസിയാണ്. ഇവിടെ കാണാൻ ജനറൽ വേക്കൻസിയാണ്. ആർക്കും വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് SSLC പാസ്സായിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതായത് കുക്കായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. ഹോട്ടലോ അല്ലെങ്കിൽ ക്യാൻറ്റീനിലൊക്കെ ഉള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതിലേക്ക് അപ്ലൈ. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഏജ് ലിമിറ്റാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. 15/4/2025 കണക്കാക്കിയാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ അസിസ്റ്റൻറ്റ് രാജ്ഭാഷ ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ 28, OBC ആണെങ്കിൽ 31, ദെൻ ST ഒക്കെ ആണെങ്കിൽ 28, EWS ആണെങ്കിൽ 28, അങ്ങനെയാണ് ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നത്. ഡ്രൈവർ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈറ്റ് വെഹിക്കിൾ ആണെങ്കിലും ഇനി ഹെവി ആണെങ്കിലും സെയിം ഏജ് തന്നെയാണ്. 35 ആണ് ജനറൽ, OBC ആണെങ്കിൽ 38, പിന്നെ SC ആണെങ്കിൽ ഇവിടെ 35, ദെൻ ST ആണെങ്കിലും 35, അതുപോലെ EWS ആണെങ്കിലും 35, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഇനി അടുത്തത് ഫയർമാൻ ആണ്. 25 ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. ജനറൽ, OBC ആണെങ്കിൽ 25, ഇതൊക്കെ 25. കാരണം അതിൽ ഫയർമാനിൽ നിങ്ങൾക്കിവിടെ കാണാം. ഫയർമാനിൽ 3 വേക്കൻസിയും ജനറൽ വേക്കൻസിയാണ്. അപ്പോൾ ജനറൽ വേക്കൻസി ആയതുകൊണ്ട് അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് റിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ SC ST OBC ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് എല്ലാത്തിനും സെയിം ഏജോടെ കണക്കാക്കുന്നത്. ഈ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. നമ്മളുടെ റിസർവ്ഡ് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഏജ് റിലാക്സേഷൻ കിട്ടുള്ളൂ. അതായത് OBC കാൻഡിഡേറ്റ്സിന് OBC വേക്കൻസി വേണം. അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. അപ്പോൾ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് രാജ്ഭാഷയിൽ OBCക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എന്നാൽ ഫയർമാനിൽ OBCക്ക് വേക്കൻസി ഇല്ല. അപ്പോൾ അതിന് ജനറൽ കാൻഡിഡേറ്റ്സിൻ്റെ ഏജ് എത്രയാണ്? 25. അതേ സെയിം ഏജ് തന്നെയാണ് OBCക്കും വേണ്ടത്. അതിലവർക്ക് ഏജ് റിലാക്സേഷൻ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിവിടെ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. ദെൻ കുക്കിന് എല്ലാത്തിലും ജനറൽ വേക്കൻസി ആണ്ട് 35 ഏജ് ലിമിറ്റ് വരുന്നത് കേട്ടോ. ഏത് കാറ്റഗറി ആണെങ്കിലും മിനിമം 18 ഏജ് ലിമിറ്റ് വേണ്ടത്. മാക്സിമം ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സാലറിക്ക് പുറമെ എന്താണ് ഈ പറയുന്ന കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സർവീസ് സ്കീമോ അതുപോലെ നിങ്ങൾക്കും അതുപോലെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നവർക്കുമായിട്ടുള്ള നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, ട്രാൻസ്പോർട്ട് അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ഓക്കെ, ക്യാൻറ്റീൻ ഫെസിലിറ്റീസ്, അക്കോമഡേഷൻ, ഇങ്ങനെ ഒരുപാട് എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന അലവൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നിങ്ങളുടെ സാലറിക്ക് പുറമേ ഉണ്ടായിരിക്കും. ഇനി അടുത്തതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അസിസ്റ്റൻറ്റ് രാജ്ഭാഷ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റും ഉണ്ടായിരിക്കും, സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾക്ക് വരാം. റിട്ടൺ ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 120 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ വരിക. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഏതൊക്കെ സ്കീം നമുക്ക് നോക്കാം. അപ്പോൾ മിനിമം അവർ ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 50% ആണ്. അതുപോലെ മറ്റു റിസർവ്ഡ് വേക്കൻസി ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന 40% ആണ് മിനിമം അത് ക്വാളിഫൈ ചെയ്യേണ്ട ഒരു മാർക്ക് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പാർട്ട് എയിൽ വന്നിരിക്കുന്നത് 4 പാർട്ടാണ് വരുന്നത്. പാർട്ട് എയിൽ ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ഗ്രാമറാണ്, 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. പാർട്ട് ബിയിൽ വരുന്നത് ജനറൽ ഇംഗ്ലീഷ് ആയിരിക്കും, 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. പിന്നെ പാർട്ട് സിയിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ജനറൽ നോളജ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. ദെൻ പാർട്ട് ഡിയിൽ നിങ്ങൾക്ക് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക്. അങ്ങനെ 120 മിനിറ്റാണ് ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു മാർക്ക് ഒന്ന് ശരിയാൽ ഒരു മാർക്ക്, തെറ്റാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. പിന്നെ ഇതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി ലാംഗ്വേജ് ആൻഡ് ഗ്രാമറിൽ എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടും അതുപോലെ ജനറൽ ഇൻ്റലിജൻസിൽ എന്തൊക്കെയാണ് വരിക എന്നുള്ളതിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സ്കീം നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കട്ടോ. അതുപോലെ ഇതിൻ്റെ PYQs കാര്യങ്ങളൊക്കെ വീഡിയോയുടെ അവസാനം പറയാം. ഇനി സ്കിൽ ടെസ്റ്റ് ഉണ്ട്. സ്കിൽ ടെസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുണ്ടാകുക. അപ്പോൾ നിങ്ങൾ റിട്ടൺ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ എന്തെങ്കിലും കാറ്റഗറി അടിസ്ഥാനത്തിൽ അവർ ഈ പറയുന്ന സ്കിൽ ടെസ്റ്റിന് വിളിക്കും. അപ്പോൾ സ്കിൽ ടെസ്റ്റിൽ പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് എന്ന് പറയും. ആ കമ്പ്യൂട്ടറിൽ എത്രത്തോളം നമുക്ക് അറിവുണ്ട് എന്ന് ചെക്ക് ചെയ്യാനുള്ളതും പിന്നെ ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റുമാണ്. ഈ 2 കാര്യങ്ങളാണ് സ്കിൽ ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റിൽ നിങ്ങൾക്ക് MS Word 35 മാർക്ക്, അങ്ങനെ ഓരോന്നിനും ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. MS Excel ഒരു 35. അപ്പോൾ അതിലെന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ്, അതുപോലെ സെറ്റിംഗ്, പേജ് സ്റ്റൈൽ, അങ്ങനെ കുറച്ച് ടാസ്കുകളുണ്ടാകുക. നിങ്ങൾക്ക് ഡ്രോയിങ്. ഓക്കെ, അത് MS Excel ആണെങ്കിൽ നിങ്ങൾക്ക് മെനു, അതുപോലെ വർക്കിംഗ് വിത്ത് സ്പ്രെഡ്ഷീറ്റ്,
എൻ്ററിങ് ഒരു ഡിലീറ്റിംഗ് ഡാറ്റ, അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെ ഈ പോസ്റ്റിന് അപ്ലൈ ആണെങ്കിൽ 35 മാർക്ക് MS Excelന് വരുന്നുണ്ട്. ഇതിന് MS പവർ പോയിൻറ്റിന് 30 മാർക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ വെയിറ്റേജ് വരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദി ടൈപ്പിംഗ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 25 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ സെലക്ഷൻ മെത്തേഡ്. ഇനി അടുത്ത് നമ്മൾ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഹെവി വെഹിക്കിൾ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ അതിലേക്കുള്ള സെലക്ഷൻ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ റിട്ടൺ ടെസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കാം. 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 മണിക്കൂറായിരിക്കും ടൈം ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. നെഗറ്റീവായിട്ട് നിങ്ങൾ അതായത് നിങ്ങൾക്ക് തെറ്റായിട്ട് രേഖപ്പെടുത്തിയാൽ 2.5 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റിട്ടൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്കിൽ ടെസ്റ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോ ഗോ ബേസിസ് എന്ന് പറയും. അതായത് ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറാണ്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ കൂടുതൽ മാർക്ക് വാങ്ങണമെന്നില്ല, ഒരു നിശ്ചിത ഉണ്ടാകും. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളത് ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് സ്കിൽ ടെസ്റ്റിൽ വരിക. അതല്ലാതെ ഒരുപാട് മാർക്ക് നമ്മളതിൽ വാങ്ങേണ്ടില്ല. ജസ്റ്റ് ക്വാളിഫൈ നേച്ചറാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്കീം കൂടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. റിട്ടൺ ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പാർട്ട് എയിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ബേസിൽ വെഹിക്കിൾ ആക്റ്റും അതുമായി ബന്ധ അമെൻമെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുക കേട്ടോ. അതിൽ നിങ്ങൾക്ക് കാണാം വാരിയസ് സെക്ഷൻസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതൊക്കെ ഈ ടോപ്പിക് ഏരിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. 50 മാർക്ക് അതിന് വരും. ഓക്കെ, അതായത് ഇതിൽ സിനോണിം അതുപോലെ ഈ പര്യായം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കുക. അതുപോലെ കറക്റ്റ് വേർബ്സ് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയ കേട്ടോ ഫ്രേസസ് നമുക്ക് ഫില്ല് ചെയ്യുക, അങ്ങനെയുള്ള ബ്ലാങ്ക് സെൻറ്റൻസിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ, വേർഡും ഫ്രേസസൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. 15 മാർക്ക് അതിന് വരും. ദെൻ പാർട്ട് സിയിൽ വരുന്ന അരിത്മെറ്റിക് ആണ്. അതുപോലെ എലമെൻ്ററി 10th ലെവൽ സ്റ്റാൻഡേർഡ് ബേസിലുള്ള കാര്യങ്ങളാണ്. ഇതിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മാത്സ് ഓക്കെ ബേസിക് കാര്യങ്ങളാണ്. പെർസെൻറ്റേജ്, റേഷ്യോ, ആവറേജ് ഓക്കെ 15 മാർക്ക് അത് വരും. അപ്പോൾ ശരിക്കും നമുക്ക് എന്താണ് വളരെ സിമ്പിളായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റും. അതായത് നമ്മളെ ഈ വ്യക്തമായിട്ട് സ്കീം കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും. ഓക്കെ, പിന്നെ അടുത്ത പാർട്ട് ഡിയിൽ ജനറൽ നോളജ് ആണ്. അതിൽ ജനറൽ നോളജ്, കറണ്ട് അഫെയർ, അതുപോലെ ഹൂ ഈസ് ഹൂ, അതുപോലെ സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽസ് ഓഫ് ഇന്ത്യ, ജിയോഗ്രഫി ഓഫ് ഇന്ത്യ, വളരെ വലിയ ഏരിയകളൊന്നല്ല, ഷോർട്ടായുള്ള കുറച്ച് ഏരിയകളാണ്. അതിൽ 20 മാർക്ക് അങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഈ പറയുന്ന നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്താണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്നത് സ്കിൽ ടെസ്റ്റ് ആണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ പറയുന്ന റിട്ടൺ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾ ഈ പറയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുക. ഇനി അടുത്തത് ഫയർമാൻ ആണ്. ഫയർമാനിൽ നമുക്ക് എങ്ങനെയാണ് സെലക്ഷൻ നോക്കാം. നിങ്ങൾക്ക് ഫയർമാൻ ആദ്യം നമുക്ക് വേണ്ടത് ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണോ നോക്കുക. അതിനാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമുക്ക് നോക്കാം. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ജസ്റ്റ് 10ാം ക്ലാസ് മതി. പക്ഷേ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഉണ്ടോ നോക്കണം. നിങ്ങൾക്ക് മിനിമം വേണ്ട ഹൈറ്റ് ഇവിടെ കാണാം. നിങ്ങൾക്ക് ജനറൽ OBC കാറ്റഗറി ആണെങ്കിൽ 165 സെൻറ്റിമീറ്റർ വേണം. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 160 സെൻറ്റിമീറ്റർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 155 സെൻറ്റിമീറ്റർ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി വെയിറ്റ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബോഡി മാസ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഏജിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് ഉണ്ടോ നോക്കാം. പിന്നെ ചെസ്റ്റൊക്കെ നോർമൽ കണ്ടീഷനിൽ 81 സെൻറ്റിമീറ്ററും എക്സ്പാൻഡഡ് കണ്ടീഷനിൽ അത് 86 സെൻറ്റിമീറ്ററും വേണം. ആ ഒരു മിനിമം എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. SC/ST ആണെങ്കിൽ 76 മതി നോർമലി. എക്സ്പാൻഡഡ് കണ്ടീഷൻ ആകുമ്പോൾ 81. പിന്നെ അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ട്രാൻസ്ജെൻഡറിനൊന്നും അത് ബാധകമല്ല, ചെസ്റ്റ് ബാധകമല്ല കേട്ടോ. പിന്നെ ഡിസ്റ്റൻറ്റ് വിഷനൊക്കെ വിത്തൗട്ട് ഗ്ലാസ്സിലാണ് കേട്ടോ. നിങ്ങൾ മറ്റു ലെൻസോ ഗ്ലാസ്സോ ഒന്നും യൂസ് ചെയ്യാതെ 6/6 ഉണ്ടായിരിക്കണം. അതുപോലെ അത് ജനറൽ OBC ഏത് കാറ്റഗറി ആണെങ്കിലും 6/6 ഉണ്ടായിരിക്കണം. ഫീമെയിൽ ആണെങ്കിലും മറ്റേ SC/ST ആണെങ്കിലൊക്കെ അതിൽ റിലാക്സേഷൻ ഇല്ല, 6/6 ഉണ്ടായിരിക്കണം. നിയർ വിഷനൊക്കെ നോർമലായിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ നോർമലായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ ആദ്യം നടക്കുന്ന കാര്യം നിങ്ങൾക്ക് മെഡിക്കൽ പ്രിലിമിനറി നിങ്ങൾക്കൂടെ കാണാം. പ്രിലിമിനറി മെഡിക്കൽ എക്സാമിനേഷൻ PMA എന്ന് പറയും. സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെലക്ഷനിൽ നിങ്ങളെ ഇതിലേക്ക് സെലക്ഷൻ്റെ ഭാഗമാക്കി എടുക്കണമെങ്കിൽ, അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആ മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാം. അത് ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ഫയർമാൻ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രം ബാധകമായ കാര്യമാണ് കേട്ടോ ഞാനിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, അതായത് പോസ്റ്റ് നമ്പർ 1529 എന്ന് പറയുന്ന ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രമേ ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡൊക്കെ ബാധകമുള്ളൂ. ബാക്കി ഡ്രൈവറിനോ മറ്റു പോസ്റ്റിനോ ഒന്നും ഇത് ബാധകമല്ല.
നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർമാൻ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റൊക്കെ ബാധകമാകുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവരൊന്നും ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, കൺഫ്യൂഷൻ അടിക്കേണ്ട. ഫയർമാൻ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, ഹൈറ്റ്, വെയിറ്റ് കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള പോസ്റ്റിലേക്ക് ഒന്നും ബാധകമല്ല. പിന്നെ അതോടൊപ്പം തന്നെ ഫയർമാൻ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു മെഡിക്കൽ, അതായത് പ്രിലിമിനറി മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് അവരെന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് ഞാൻ കാണിക്കാം കേട്ടോ, വീഡിയോയുടെ മറ്റു ഭാഗത്ത് കാണിക്കാം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അതാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഈ പറയുന്ന പ്രിലിമിനറി മെഡിക്കൽ എക്സാമിനേഷൻ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടൺ ടെസ്റ്റും എഴുതാൻ പറ്റുള്ളൂ പ്രത്യേകം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് റിട്ടൺ ടെസ്റ്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഈ പറയുന്ന പ്രിലിമിനറി മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്യേണ്ടത് മിനിമം ഈ പറയുന്ന നമുക്കിവിടെ കാണാം അസിസ്റ്റൻറ്റ് സർജൻ, അഥവാ ഗവൺമെൻറ് ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട, അതായത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ടല്ലോ, അപ്പോൾ അവിടെയുള്ള മിനിമം അസിസ്റ്റൻറ്റ് സർജൻ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലുള്ള ഓഫീസറെ കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ പറയുന്ന മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റിട്ടൺ ടെസ്റ്റ് നമുക്ക് എഴുതാം. അത് ഓക്കെ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് അവർ വെരിഫൈ ചെയ്യും, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ അവർ വെരിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് റിട്ടൺ ടെസ്റ്റ് എഴുതാനുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് റിട്ടൺ ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വരുന്നത് നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ റിട്ടൺ എക്സാമിനേഷൻ നല്ല രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസ് അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, 1:50 എന്നുള്ള ലെവലിലായിരിക്കും കേട്ടോ നമ്പർ അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, ഒരു വേക്കൻസിയിലേക്ക് 50 എന്നുള്ള ലെവലിലായിരിക്കും, ആ റേഷ്യോയിലായിരിക്കും അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് തന്നെ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ സ്റ്റേജ് 1 സ്റ്റേജ് 2 നടക്കുന്നുണ്ട്. അത് സ്റ്റേജ് 1 നിങ്ങൾക്കിവിടെ കാണാം, മെയിൽ കാൻഡിഡേറ്റ്സിന് 1500 മീറ്റർ 7 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം. ഓക്കെ, അത് 40 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ, ഇനി അതിൻ്റെ മുകളിലേക്കൊക്കെ ഉള്ളവരാണെങ്കിൽ അതിൽ ചെറിയ റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതോടൊപ്പം തന്നെ ഫീമെയിൽ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവർക്ക് 800 മീറ്റർ 4 മിനിറ്റ് കൊണ്ട് അവിടെ ഓടിയെത്തി. അത് 40 വയസ്സിൻ്റെ ഉള്ളിലുള്ളവരാണെങ്കിൽ, കൂടുതലാണെങ്കിൽ അതിൽ വേരിയേഷൻ വരും കേട്ടോ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സ്റ്റേജ് 1 ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേജ് 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ ക്വാളിഫൈയിങ് നേച്ചർ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ ഇവൻറ്റുകൾ നിങ്ങൾക്കിവിടെ കാണാം, സ്റ്റേജ് 2-ൻ്റെത്. ഇപ്പോൾ സ്റ്റേജ് 1-ൻ്റെതാണ് ഈ പറയുന്നത് ജസ്റ്റ് ഓട്ടം മാത്രമാണ്. ആ ഓട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്പീഡിൽ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിൽ, ഈ പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസിലേക്ക് നമ്മൾ ഓടി എത്തണം എന്നുള്ളതാണ്. മെയിൽ ആണെങ്കിൽ 1500 7 മിനിറ്റ് കൊണ്ട്, 4 മിനിറ്റ് കൊണ്ട്. ഫീമെയിൽ ആണെങ്കിൽ 800 മീറ്ററാണ്. അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 2 നിങ്ങൾക്ക് എൻട്രി കിട്ടും. സ്റ്റേജ് 2 നിങ്ങൾക്ക് റോപ്പ് ക്ലൈമ്പിങ്ങും അതുപോലെ തന്നെ മറ്റു നിൽക്കണം. അത് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 മീറ്റർ ഗ്രൗണ്ട് ലെവലിൽ നിന്നും 5 മീറ്റർ മുകളിലേക്ക് എന്ത് ചെയ്യണം, ക്ലൈം ചെയ്ത് പോകണം. ഇനി ഫീമെയിൽ ആണെങ്കിൽ 4.5 മീറ്റർ. ഇത് 40 വയസ്സ് വരെ ഉള്ളവരാണെങ്കിൽ, ഇനി 40 വയസ്സിന് മുകളിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കും, ചെറിയ ചെറിയ റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 60 കിലോഗ്രാം വെയിറ്റ്, അല്ലെങ്കിൽ ഫീമെയിൽ ആണെങ്കിൽ 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഹ്യൂമൻ ഡമ്മി നമ്മൾ ക്യാരി ചെയ്യണം എന്നുള്ളതാണ്. ഒരു നിശ്ചിത 25 മീറ്റർ 65, മെയിൽ ആണെങ്കിൽ 60 സെക്കൻഡ് കൊണ്ടും ഫീമെയിൽ ആണെങ്കിൽ 25 മീറ്റർ 75 സെക്കൻഡ് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഇനി അതുപോലെ ലോങ് ജമ്പ് ആണെങ്കിൽ 3 അറ്റംപ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ലോങ് ജമ്പ് ആണെങ്കിൽ 3 അറ്റംപ്റ്റ് ചെയ്യാം. ബാക്കിയുള്ളതിനൊന്നും ഫസ്റ്റ് നിങ്ങൾ അതിന് ഔട്ടായി. പക്ഷേ ലോങ് ജമ്പിൽ നിങ്ങൾക്ക് 1 ഫെയിലായാലും കുഴപ്പമില്ല. 3 അറ്റംപ്റ്റ് ഉണ്ട്, അതിൽ ബെസ്റ്റ് ഏതാണെന്നുള്ളതാണ് എടുക്കുക. 3.8 മീറ്ററാണ് മെയിൽ ചാടി എത്തേണ്ടത്, ഫീമെയിൽ 3.5 മീറ്റർ. റണ്ണിങ് 100 മീറ്റർ വേറെ ഉണ്ട് നിങ്ങൾക്ക്. ഇതിലേക്ക് നിങ്ങൾക്ക് 15 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടിയെത്തണം. മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ അവർ 17 സെക്കൻഡ് കൊണ്ട് ഓടിയെത്തിയാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേജ് 2 വരുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജ് 2 ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ, അതായത് നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലോ. അപ്പോൾ ആ പറഞ്ഞ രീതിയിലുള്ള എല്ലാം നമ്മൾ ഓക്കെ ആണോ എന്നുള്ളവർ ചെക്ക് ചെയ്യും. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഫൈനലി അതിലേക്ക് സെലക്ട് ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ഈ പറയുന്ന നമ്മുടെ ഫയർമാൻ എന്ന് പറയുന്ന തസ്തിയിലേക്ക് സെലക്ട് ആവാനുള്ള അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ്. ഇനി അതിൽ ഏതൊക്കെ പ്രശ്നങ്ങളുള്ളവർ അതിൽ ഡിസ്ക്വാളിഫൈ ആകുമെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുക ഏതെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നോക്കാവുന്നതാണ്. ഇനി അടുത്ത ലാസ്റ്റ് വൺ കുക്കാണ്. കുക്ക് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഈ പറഞ്ഞ പോലെ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റും ഉണ്ടായിരിക്കും.
ഓക്കെ, ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. അപേക്ഷാ ഫീസ് ആണ് റീഫണ്ടബിൾ ആണ്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനീഷ്യലി എല്ലാവരും 500 രൂപ പേയ്മെൻറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് ഈ പറയുന്ന മെയിൽ ഓർ ഫീമെയിൽ, അതുപോലെ SC ST OBC ഏത് കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർ 500 രൂപ എന്ത് ചെയ്യണം, ഇതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യണം. എന്നാൽ അതിൽ ഫീമെയിൽ, SC ST അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, PWD കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫുൾ എമൗണ്ടും അവർ എക്സാം എഴുതണം കേട്ടോ. എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഫുൾ എമൗണ്ട് എന്ത് ചെയ്യും, അവർക്ക് റീഫണ്ട് ലഭിക്കും. ഓക്കെ, അതായത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇനീഷ്യലി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, 500 രൂപ ഫീ അടയ്ക്കണം. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സ്, അതുപോലെ SC ST കാൻഡിഡേറ്റ്സ്, അതുപോലെ എക്സ് സർവീസ്മാൻ, അതുപോലെ PWD കാൻഡിഡേറ്റ്സ് അവർക്ക് ഈ പറയുന്ന 500 രൂപയും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന എക്സാം എഴുതി കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആയിക്കോളും, റീഫണ്ട് ആകും. ഓക്കെ, അത് നിങ്ങൾ എക്സാം എഴുതണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാം എഴുതാൻ പോയിട്ടില്ലെങ്കിൽ അത് റീഫണ്ട് ആവില്ല. ഇനി അതോടൊപ്പം തന്നെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്ക്, അതായത് ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള മെയിൽ, OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ല, EWS, അവർക്ക് റീഫണ്ട് ആവുന്ന എമൗണ്ട് 400 രൂപയാണ്. 100 രൂപ അവർ ഫീ ആയിട്ട് അവരെ പിടിച്ചു വെക്കും. ബാക്കി 400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, എക്സാം എഴുതി കഴിഞ്ഞാൽ അത് റീഫണ്ട് ആകുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് നമ്പർ, IFSC കോഡ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനാ പ്രോപ്പറായിട്ട് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും എറർ വന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാതിരിക്കും. ഓക്കെ, ഇനി ഇതിലേക്കുള്ള റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. റിട്ടൺ ടെസ്റ്റിൻ്റെ എക്സാം സെൻറ്റർ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കേരളത്തിലാണെങ്കിൽ എറണാകുളം, അതുപോലെ കോഴിക്കോട്, തിരുവനന്തപുരം. ഓക്കെ, ഇത്രയും 3 സെൻറ്ററാണ് കേരളത്തിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് തമിഴ്നാടൊക്കെ ആണെങ്കിൽ ചെന്നൈ ഉണ്ട്, മധുരൈ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കർണാടക ആണെങ്കിൽ ഇവിടെ കാണാം, ബാംഗ്ലൂരിലാണ് സെൻറ്റർ ഉള്ളത്. ഇതാണ് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം അനക്ഷർ 1, 2, 3 എന്ന് അനുബന്ധം 1, 2, 3, 4 എന്ന് കാണാം. ഇതിൽ ഓരോന്നും ജസ്റ്റ് ഓപ്പണായി കാണിക്കാം. ഇതിലുണ്ട് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ VSSC പ്രിലിമിനറി മെഡിക്കൽ ഫിറ്റ്നസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഫയർ സർവീസ് പേഴ്സൺ. അതായത് ഫയർമാൻ എന്ന് പറയുന്ന തസ്തിയിലേക്ക് മാത്രം അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസർ, ഓക്കെ, അതായത് മിനിമം അസിസ്റ്റൻറ്റ് സർജൻ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഓഫീസറെ കൊണ്ടായിരിക്കണം നമ്മൾ ഇത് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇതൊക്കെ അവരാണ് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാ കാര്യങ്ങളും വെയിറ്റ് കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോകണം കേട്ടോ, നിങ്ങളുടെ വെയിറ്റും. അപ്പോൾ അവിടെ ചിലപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടായിക്കോണമെന്നില്ല. ബോഡി മാസ് ഇൻഡെക്സും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോവാം. ഓക്കെ, പൾസ് റേറ്റ് കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് നോക്കും. എന്നിട്ട് അവർ സർട്ടിഫൈ ചെയ്തേണ്ട കാര്യങ്ങളാണ്. ഇത് അവരുടെ സിഗ്നേച്ചർ, അവരുടെ എന്താണ് സീല് കാര്യങ്ങളൊക്കെ കൂടെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡെസിഗ്നേഷൻ അതൊക്കെ അവർ കറക്റ്റായിട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ ഫിസിക്കൽ സ്റ്റാൻഡേർഡാണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റും ഇതൊക്കെ ഉണ്ടോ നിങ്ങൾ ആദ്യം ഉറപ്പ് വരുത്തുക. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നുമില്ല അതിൽ. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം, ഫയർമാൻ തസ്തിയിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. ഇനി ഇവിടെ കാണാം നിങ്ങൾക്ക് അനക്ഷർ 2 ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം OBC കാൻഡിഡേറ്റ്സ്. ഓക്കെ, നിങ്ങളുടെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ നിങ്ങൾക്കിവിടെ കാണാം ഇഷ്യൂ ചെയ്യേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയാണത്. ഓക്കെ, അപ്പോൾ അവർ തഹസിൽദാർ എടുത്തുനിന്ന് അല്ലെങ്കിൽ താലൂക്കിൽ നിന്ന് അവർ ഇഷ്യൂ ചെയ്ത് വാങ്ങേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ കോപ്പി, അതായത് നമ്മുടെ അക്ഷയയിൽ പോയിട്ട് ചെയ്യുന്ന നോൺ ക്രിമിലിയർ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ വേണ്ടത്, ക്രിമിലിയർ അല്ല, OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സെയിം ഫോർമാറ്റ് എടുക്കാൻ പറ്റണം, അതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോർമാറ്റ് കാണിച്ചിട്ട് അക്ഷയയിൽ പോയിട്ട് അങ്ങനെയാണ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അക്ഷയയിൽ നിന്ന് കിട്ടുന്ന ഡിജിറ്റൽ കോപ്പി വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസ് ആയിരിക്കണം, OBC നോൺ ക്രിമിലിയർ ആയിരിക്കണം. ഇതിനടുത്തത് 3 എന്ന് പറയുന്നത് ഓപ്പണായി കാണിക്കാം നിങ്ങൾക്ക്. ഇതിനനുബന്ധം 3ൽ എന്താണെന്ന് വെച്ചാൽ ഇതൊരു സെൽഫ് ഡിക്ലറേഷനാണ്. ഇത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ട, നിങ്ങളുടെ പേര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡിസ്ട്രിക്റ്റ്, നിങ്ങളുടെ കമ്മ്യൂണിറ്റി, ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നമ്മളെന്താണ് ഈ പറയുന്ന ക്രിമിലിയർ വിഭാഗത്തിൽ പെട്ടതല്ല എന്ന് നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ്റെ ഒരു ഫോമാണിത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, അതായത് OBC കാൻഡിഡേറ്റ്സ് മാത്രം കേട്ടോ. OBC നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് നമ്മളെന്താണ് താലൂക്ക് നിശ്ചയേണ്ട സർട്ടിഫിക്കറ്റ് മാതൃകയാണ്. ഓക്കെ, അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെൽഫ് ഡിക്ലറേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുക്കുക, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. ഇത് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്താൽ മതി. നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് നിങ്ങൾ താമസിക്കുന്ന അതൊക്കെ എഴുതിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ക്രിമിലിയർ വിഭാഗത്തിൽ പെട്ടതല്ല, അതായത് നമ്മൾ നോൺ ക്രിമിലിയർ ആണ് എന്ന് തെളിയിക്കുന്നതിന് നമ്മളുള്ള സെൽഫ് ഡിക്ലറേഷൻ ഫോമാണിത്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. 2 OBC കാൻഡിഡേറ്റ്സ് ഫില്ല് ചെയ്യണം. ഇനി അടുത്തത് 4 ആണെങ്കിൽ ഇതാണ് നിങ്ങൾക്കിവിടെ കാണാം, EWS കാൻഡിഡേറ്റ്സിൻ്റെതാണ് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, അപ്പോൾ EWS കാൻഡിഡേറ്റ്സ് അവരുടെ എന്താണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃക ഇതാണ്. അപ്പോൾ അവർക്കും ഈ പറയുന്ന രീതിയിലുള്ള സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം ISR VSSC റിക്രൂട്ട്മെൻറ്റ് ആയിട്ട് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം നോട്ടിഫിക്കേഷൻ എന്നുള്ളത്. നോട്ടിഫിക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച നോട്ടിഫിക്കേഷൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം. ദെൻ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതും നോട്ടിഫിക്കേഷൻ പേജിലേക്കാണ് ഡയറക്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹോം പേജ് നോട്ടിഫിക്കേഷൻ്റെ. അപ്പോൾ ഇവിടെ കാണാം അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാം. ഓക്കെ, അതിലവിടെ പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്കിത്, അതുപോലെ നിങ്ങളുടെ OTP വെച്ച് വെരിഫൈ ചെയ്യാൻ നമ്പർ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള 3 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് കാണാം, ഈ അനുബന്ധങ്ങൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് പുതിയ പേജിലേക്ക് പോകും. ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം ആദ്യം. അപ്പോൾ നിങ്ങളുടെ പേര് ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ക്യാപ്ച കോഡ് അടിക്കുക, എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ഇന്ന് തന്നെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങളുടെ കോളിൻ്റെ കമൻറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്തിടാം, അതല്ലെങ്കിൽ നമ്മൾ ഡിലേ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഇനി ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, അതുപോലെ ഇവിടെയും കോൺടാക്ടർ ഓൺലൈൻ ആപ്ലിക്കേഷൻ വാട്സപ്പിൽ കണക്ട് ചെയ്യാം. ഇനി അത് മാത്രമല്ല, നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം, വെബ്സൈറ്റ് ഉണ്ട്. വെബ്സൈറ്റ് ജസ്റ്റ് ഓപ്പൺ ആയി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ISROൻ്റെ ഒക്കെ PYQs കാര്യങ്ങളൊക്കെ നമ്മൾ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ വെബ്സൈറ്റാണ്. ഇതിൻ്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ISROൻ്റെത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ഇതൊക്കെ. ഞാൻ അതിൽ നിങ്ങൾ നോക്കുക വന്നിട്ട് കേട്ടോ, ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്യാം. ഡ്രൈവറിൻ്റെതൊക്കെ ഇതിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, ഇല്ലെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്പ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ ജസ്റ്റ് എന്താണ് GeoCL എജുലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നാൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. മെറ്റീരിയൽ PYQs കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് നമ്മുടെ ഞാനിപ്പോൾ കാണിച്ചല്ലോ സിലബസും അതും വെച്ചിട്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്താൽ ഈ പറയുന്ന പോസ്റ്റ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കുറഞ്ഞ വാക്കൻസി ആയിരിക്കും, പക്ഷേ വാക്കൻസിയുടെ എണ്ണം നോക്കണ്ട, നല്ല രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യുക. ഓക്കെ, ഇനിയും വിളിക്കും. ISROയുടെ വിവിധ യൂണിറ്റിലേക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചാൽ മറ്റേതിനൊരു ഐഡിയ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ എക്സാം എഴുതി കിട്ടുമെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയാണ് നോട്ടിഫിക്കേഷനിലായിട്ടുള്ള കാര്യങ്ങൾ. ഓൺലൈൻ ആപ്ലിക്കേഷൻ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.